ഈ ലോകത്ത് ആരും നമ്മെ പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല എങ്കിലും മനസ്സിലാക്കുമ്പോൾ നമ്മെ വെറുക്കാൻ അവർ ശ്രമിക്കും എന്നിരിക്കലും നമ്മെ മനസ്സിലാക്കിയിട്ടും നമ്മെ സ്നേഹിച്ചും നമ്മുടെ കൂടെ നടക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയാത്ത ദൈവമാണ്. ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. സക്കേവൂസിനെ കുറിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട്. സക്കേവൂസിനെ മനസ്സിലായില്ലേ? ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലുള്ള ആളാണ് സക്കേവൂസ്. സക്കേവൂസിൻ്റെ വീട്ടിൽ കർത്താവ് ഭക്ഷണം കഴിക്കാനൊക്കെ വന്നു. സക്കേവൂസ് എഴുന്നേറ്റ് വലിയ കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറഞ്ഞ്, സ്വത്തിൽ പകുതി ദരിദ്രർക്ക്, വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. ആവശ്യമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല, എന്നാലും ആ പൊട്ടൻ ആവശ്യമില്ലാത്തതൊക്കെ വിളിച്ചു പറഞ്ഞു സക്കേവൂസ്. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് അച്ഛൻ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ഒരു അച്ഛൻ പറഞ്ഞതനുസരിച്ചൊരു നോവലൊക്കെ വായിച്ചു നോക്കിയതാണ്. അപ്പോൾ അതിലൊരു കഥയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സക്കേവൂസ് വൈകുന്നേരം ആയപ്പോൾ കയറി കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് സംഭവിച്ച കേസ് കേട്ടാണ്. സക്കേവൂസ് വൈകുന്നേരം ആയപ്പോൾ കയറി കിടന്നുറങ്ങി. പാത്രവും ചട്ടിയും കലവും ഭയങ്കര തിരക്കായിരുന്നില്ല. കർത്താവ് ഭക്ഷണത്തിന് വന്നു. ശിഷ്യന്മാർ 12 പേര് ഉറപ്പായിട്ടും തമ്പുരാൻ വരണുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കെട്ടിയോളെ ഏതെങ്കിലും ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ടാവും. എല്ലാവരും കൂടി വന്ന് ഫുഡടിച്ച് ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ട്, വലിയ ഉരുളികൾ കഴുകാനുണ്ട്. എല്ലാം കഴുകി വെച്ച് 2 എണ്ണവും മക്കളും കൂടി കിടന്നപ്പോൾ നേരം ഒരു പരുവായി, കയറി കിടന്നുറങ്ങി. പിറ്റേന്ന് കാലത്ത് എഴുന്നേക്കാൻ വൈകിയെന്നാണ് പറയണേ. കോളിംബെൽ അടിക്കണ കേട്ടിട്ടാണ് സക്കേവൂസിൻ്റെ കെട്ടിയോള് എഴുന്നേറ്റെ. കെട്ടിയോള് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവൾക്ക് തലയിട്ടണ പോലെ തോന്നി. നാട്ടുകാർ മൊത്തം റേഷൻ കാർഡായിട്ട് വന്നേക്കാണ്. സ്വത്തിൽ പകുതി ദരിദ്രർക്ക്, വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടി. നാട്ടുകാർ മൊത്തം BPL റേഷൻ കാർഡായിട്ട് വന്നേക്കാണ്. എല്ലാവർക്കും ഉണ്ടല്ലോ. കെട്ടിയോള് അപ്പം തന്നെ ജനലയുടെ കർട്ടൻ തിരിച്ചിട്ട് ഓടി വന്ന് സക്കേവൂസിനെ വിളിച്ച്, എഴുന്നേക്കടോ മനുഷ്യ, പോയി നോക്ക്. ആവശ്യമില്ലാത്തത് പറയുമ്പോൾ ഓർക്കണം, എന്നതാ പുറത്ത് നടക്കണേന്ന് താനൊന്ന് വന്ന് കണ്ടേൻ. സക്കേവൂസ് എഴുന്നേറ്റ് കണ്ണ് തിരുമ്മി ചോദിച്ചു, എന്താ പ്രശ്നം? ഞാനൊന്നും പറയണില്ല, താൻ പോയി നോക്ക്. വിടുക പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബോധവും വെള്ളിയാഴ്ചയും വേണം. എന്നതാ താൻ ഇന്നലെ രാത്രി പറഞ്ഞത്, ഉച്ചയ്ക്ക് അല്ല വൈകുന്നേരം? സക്കേവൂസ് പെടഞ്ഞെഴുന്നേറ്റ് പോയി ജനലക്കർട്ടം മാറ്റി നോക്കിയപ്പോൾ സക്കേവൂസിനും സംഗതി ചതിയാന്ന് മനസ്സിലായി. ജനം മൊത്തം ഉമറത്തുണ്ട്. പറഞ്ഞ നേരം കൊണ്ട് ആൾക്കാർ കയറി കംപ്ലീറ്റ് വീടും കൊള്ളയടിച്ച്, ചട്ടിയും കാലമൊക്കെ പോയ വഴി അറിഞ്ഞില്ല. അരി മേടിച്ചു വെച്ചതുപോലും കൊണ്ടുപോയി ആൾക്കാർ. സ്വത്തിൽ പകുതി ദരിദ്രർക്കാണ്, വഞ്ചിച്ചെടുത്തത് 4 ഇരട്ടി. പറ്റിക്കപ്പെട്ടവരൊക്കെ വന്ന് പറ്റാവുന്നിടത്തോളം എടുത്തുകൊണ്ട് പോയി. കെട്ടിയോളം അപ്പം തന്നെ ആങ്ങളമാർക്ക് ഫോൺ ചെയ്ത്, അതാണല്ലോ അവർ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തി. അപ്പം തന്നെ ഭാര്യ ആങ്ങളയ്ക്ക് ഫോൺ ചെയ്തത്, അളിയന് ഭ്രാന്തട്ടാ, മൊത്തം പോയി. കൊച്ചങ്ങൾക്ക് അടുത്ത ആഴ്ച എങ്ങനെ സ്കൂൾ ഫീസ് കൊടുക്കും അറിയാൻ പാടില്ല. പച്ചക്കറി പോയിട്ട് ഒരു തരി അരി മണി പോലും ഇവിടെ ഇല്ല. അളിയനോട് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. സക്കേവൂസ് അളിയനുമായിട്ട് സംസാരിച്ച് പറ്റിപ്പോയി അളിയ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. സക്കേവൂസിൻ്റെ കുടുംബത്തിൽ ഭയങ്കര അസ്വസ്ഥതയാണെന്നാ പറയണേ, ഭയങ്കര പ്രശ്നമായി എന്നാ പറയണേ. ഒരു കണക്കിന് അന്നത്തെ ദിവസം സക്കേവൂസ് കഴിച്ചു കൂട്ടി. ചെവിയിൽ മൂട്ട പോയ പോലെ കെട്ടിയോള് പിറുപിറുന്ന് വഴക്ക് പറഞ്ഞു. അറിയാവുന്നവരൊക്കെ വിളിച്ചും വഴക്കിട്ടും ഈ മനുഷ്യൻ ആകെ അവശതയായി. വെളുപ്പിന് ഇയാൾ എഴുന്നേറ്റ് കെട്ടിയോളോട് പറഞ്ഞു അത്രേ, എടീ ഞാനൊരു സ്ഥലം വരെ പോവാണ്, ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ പോവാണ്. കെട്ടിയോള് ചോദിച്ചു, താനെവിടേക്കാണ് പോണത്? അത് നീ അറിയണ്ട, ഞാൻ വൈകുന്നേരം ആകുമ്പോൾ വരാം. ഇത് കേട്ടപ്പോൾ ഭാര്യയുടെ മനസ്സിൽ പിന്നെയും സംശയം. ഇനി ഇയാൾക്ക് വേറെ കെട്ടിയോളും മക്കളെങ്ങാനും ഉണ്ടോ, ഇനി ഇയാൾ അങ്ങോട്ടെങ്ങാട്ടും, അങ്ങനെയൊക്കെയാണുള്ള ചിന്തകൾ പോവുക സാധാരണ. എന്തായാലും സക്കേവൂസ് പോയി. വൈകുന്നേരമായപ്പോൾ തിരിച്ചു വന്നു. കൂളായിട്ട് കഞ്ഞി കുടിച്ച് കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസവും സക്കേവൂസ് എഴുന്നേറ്റ് ഭാര്യയോട് പറഞ്ഞ്, എടി ഞാൻ പോവാണ്, ഇവിടെ ഇരുന്നാൽ പറ്റില്ല. കെട്ടിയോൾക്ക് സംശയം പിന്നെയും കൂടി. സക്കേവൂസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വീട്ടിലെ ഇളയ സന്താനത്തിനെ വിളിച്ച് അവള് പറഞ്ഞു, മോനെ അപ്പൻ്റെ പിന്നാലെ ഒന്ന് പോ, എവിടേക്കാ പോണേന്നൊന്ന് കണ്ടുപിടിച്ച് മോൻ പറ. ഇളയ പിള്ളേരാണല്ലോ, അതിന് PhD എടുത്തേക്കണവർ, എല്ലാം കണ്ടുപിടിക്കുന്നവരവരാണ്. കൊച്ചൻ പറഞ്ഞു, അമ്മ ഡോണ്ട് വറി, ഞാനേറ്റ്. അപ്പൻ്റെ പിന്നാലെ ഇളയ സാധനം പ്രാഞ്ചി പോയി.
സക്കേവൂസ് നേരെ ഹൈവേയിൽ ചെന്ന്, പ്രധാനപ്പെട്ടൊരു വഴിയുണ്ട്, ഹൈവേ ചെന്ന് ഒരു 2 മിനിറ്റ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെയും നടന്നു ഹൈവേ കൂടെ. കൊച്ചനിങ്ങനെ മുൾച്ചെടി, പൊന്തക്കാട് മറപിടിച്ച് അപ്പൻ്റെ പിന്നാലെ. കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ സക്കേവൂസ് ഒരു മരത്തിൻ്റെ കടയ്ക്ക് നിന്ന് കൊച്ചൻ്റെ ചങ്ക് പടപടാന്ന് പിടയ്ക്കാൻ തുടങ്ങി. അപ്പൻ്റെ ഉദ്ദേശം എന്താണെന്നൊരു പിടിയില്ല. നീ തലേ ദിവസം എങ്ങാനും കയറുകൊണ്ട് മുകളിൽ വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും കടുങ്കൈക്കുള്ള പരിപാടിയാണോ? കൊച്ചൻ നെഞ്ചിടിപ്പോടെ ഒളിച്ചിരുന്നു. സക്കേവൂസ് കുറച്ചു നേരം മുകളിലേക്ക് നോക്കി നിന്നു, പിന്നെ പെടച്ച് മരത്തുമ്മ കയറി. ദൂരെ ഇരുന്ന് കൊച്ചന് കേൾക്കാം, അപ്പൻ മരത്തിൻ്റെ കൊമ്പത്തിരുന്ന് സൂപ്പർ കരച്ചിലാണ്. നെഞ്ചത്തിടിച്ച് അപ്പൻ നിലവിളിക്കുന്നുണ്ട്. കൊച്ചൻ അപ്പോഴും ഭയങ്കര ടെൻഷനാണ്. എന്തായാലും അനിഷ്ടകരമായതൊന്നും സംഭവിച്ചില്ല. വൈകുന്നേരമായപ്പോൾ തന്ത സക്കേവൂസ് കൂളായി മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി നേരെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ സക്കേവൂസ് ചോദിച്ചു, വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാ? കെട്ടിയോള് പറഞ്ഞു, ഉവാ. കയറി കുളിക്കാൻ ബാത്റൂമിൽ കയറി സക്കേവൂസ്. ആ നേരം കൊണ്ട് കൊച്ചൻ അമ്മയുടെ അടുത്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അമ്മ, അപ്പൻ നേരെ ഹൈവേയിലേക്ക് പോയി. ഹൈവേയിൽ ചെന്ന് 1 മിനിറ്റ് നിന്നു, ഇടത്തോട്ട് തിരിഞ്ഞ് നടന്നു, കുറച്ച് നേരം ഒരു മരത്തിൻ്റെ കടയ്ക്ക് മുകളിലേക്ക് നോക്കി നിന്നു, പിന്നെ മരത്തുമ്മ പെടച്ച് കയറി വൈകുന്നേരം വരെ അതിൻ്റെ മുകളിലിരുന്ന് നിലവിളിച്ചു. വൈകുന്നേരമായപ്പോൾ തിരിച്ചിറങ്ങി വീട്ടിൽ പോന്നു. അവൾക്കും ടെൻഷനായി, ഇതെന്തിനുള്ള പുറപ്പാടാണ്. കഞ്ഞി കുടിച്ച് പൊത്തിപ്പിടിച്ച് കിടക്കണേൻ്റെ ഇടയ്ക്ക് കെട്ടിയോള് സക്കേവൂസിൻ്റെ ചെവിയിൽ ചോദിച്ചു, എടോ മനുഷ്യ, താനെന്തിനാ മരത്തുമ്മ കയറിയത്? അയാൾ ഞെട്ടിപ്പോയി. അയാൾ പെട്ടെന്നെഴുന്നേറ്റ് ചോദിച്ചു, നീ എന്നാ അണക്കര ധ്യാനത്തിനോ ഇത്? നിനക്കെവിടെ നിന്ന് ദർശനപരം? നീ എങ്ങനെ അറിഞ്ഞ് ഞാൻ മരത്തുമ്മ കയറിയ കാര്യം? കെട്ടിയോള് പറഞ്ഞ്, കെട്ടിയോളുടെ അടുത്ത് കളിക്കരുത്, എല്ലാം അറിയുന്നവൻ ജഗൻ എന്ന് പറയണ പോലെ കെട്ടിയോള്, എല്ലാം എനിക്കറിയാം, താൻ എന്തിനും മരത്തുമ്മ കയറി എന്ന് പറ. സക്കേവൂസ് എഴുന്നേറ്റ് മുഖം കഴുകി കെട്ടിയോളോട് പറഞ്ഞു, എടീ, നീ ഹൈവേയിൽ പോയിട്ടുണ്ടാ? ഞാനെന്തിനാ ഹൈവേയിൽ പോണത്? ഞാൻ ആ വഴിക്കൊന്നും പോയിട്ടില്ല. എടീ, ഹൈവേയിൽ റോഡിൻ്റെ സൈഡിൽ ഒരു മരം നിൽപ്പുണ്ട്. മരം അവിടെ വന്നോട്ടെ, തനിക്കെന്താ കുഴപ്പം? താനെന്തിനാ മരത്തുമ്മ കയറണത്? അതിന് മാത്രം പ്രശ്നമൊന്നുമില്ലല്ലോ, ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്താൽ ഇനിയും കാശുണ്ടാവില്ലേ? താൻ കടുങ്കൈക്ക് പോകണമെന്തിനാ? എന്താ പ്രശ്നം? അതല്ല പെണ്ണേ, ആ റോഡിൻ്റെ സൈഡിലൊരു മരം നിൽപ്പുണ്ട്. എന്താ പ്രശ്നം? കെട്ടിയോള് ചോദിച്ചു. ആ മരത്തിൻ്റെ പേരാണ് സിക്കമൂർ മരം. എനിക്കറിയാൻ പാടില്ല. കെട്ടിയോള് പറഞ്ഞു, എടി, ആ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? എടി, 4 ദിവസം മുമ്പ് അവനെ കാണാൻ വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ട് അവനെ കാണാൻ. വഴിയറമ്പിൽ പല സ്ഥലത്തും ഞാൻ കാത്തുനിന്നു. നല്ല ആളായിരുന്നു. പൊക്കം കുറവായതുകൊണ്ട് ആർക്കിടും പുറകിൽ നിന്നതുകൊണ്ടും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ അവസാനം സങ്കടപ്പെട്ട് നാണം കെട്ട് ഞാൻ ഈ മരത്തുമ്മ ഓടിക്കേറി. ഞാൻ അതുമ്മ കയറിയത് സകല അഭിമാനവും പണയം വെച്ചിട്ടാണ്. കേരളം അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. ഈ തുണിയൊക്കെ വെച്ച് എങ്ങനെ കയറാനാ? എന്നാലും ഞാൻ കയറി. നിറച്ചിലയായിരുന്നു മരത്തുമ്മ, നിറച്ചില. അതിൻ്റെ പൊക്കത്തിരുന്ന ഒരു പട്ടിക്കുഞ്ഞ് പോലും എന്നെ കാണൂല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഒരാൾക്ക് എന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ കാട് പിടിച്ച് ഇല നിൽക്കുക മരത്തേൽ. ഞാൻ വളരെ സുരക്ഷിതനായിട്ടാണ് സിക്കമൂർ ആ മരത്തിൻ്റെ മുകളിലിരുന്നത്. നിനക്കറിയാമോ, താഴേക്കോടെ എന്തോരാൾക്കാരാ പോയത്. ഒരു മനുഷ്യൻ പോലും എന്നെ കണ്ടില്ല. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ മോളെ. എന്ത്? അവൻ യേശു മരത്തിൻ്റെ കടയ്ക്ക് എത്തിയപ്പോൾ മുകളിലേക്കാ നോക്കി. എൻ്റെ പെരുവിരലിൻ്റെ തുമ്പത്തുനിന്നൊരു ഷോക്കടിച്ച് ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ മോളെ. അവൻ പേര് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ച്. അതാണ് അന്നുണ്ടായേ. അവൻ എന്നോട് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ ഫുഡ് അടിക്കാൻ പറ്റുമെന്ന്. കെട്ടിയോളി ചോദിച്ചു, എടോ മനുഷ്യ, അത് 4 ദിവസം മുമ്പല്ലേ, താനെന്തിനാ ഇപ്പോൾ അവിടെ പോയിരിക്കണേ? അയാൾ പറഞ്ഞു, അന്നത്തെ പോലെ തന്നെ എപ്പോഴും ഒരാൾക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല, ഒരാൾക്കും എൻ്റെ വേദന തിരിച്ചറിയാൻ പറ്റണില്ല.
നീ എൻ്റെ കെട്ടിയോളല്ലേ, നിനക്ക് മനസ്സിലാക്കാൻ പറ്റണ്ട എന്നെ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താന്ന്, അവൻ എനിക്ക് തന്ന രക്ഷ എന്താന്ന്, അവൻ എൻ്റെ കുടുംബത്തിന് തന്ന സമാധാനം എന്താന്ന് നിനക്ക് മനസ്സിലാവണുണ്ടാ? നാട്ടുകാർക്ക് മനസ്സിലാവണുണ്ടാ? കൂട്ടുകാർക്ക് മനസ്സിലാവണുണ്ടാ? നിന്റെ ആങ്ങളമാർക്ക് മനസ്സിലാവണുണ്ടാ? നമ്മുടെ ബന്ധുക്കൾക്ക് മനസ്സിലാവണുണ്ടാ? എല്ലാവർക്കും ഞാനിപ്പോഴും ശപിക്കപ്പെട്ടവനാ. ഒരാൾക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല, ഒരാളും എന്നെ തിരിച്ചറിയണില്ല, ഒരാളും എന്നെ അംഗീകരിക്കണില്ല. പക്ഷെ എൻ്റെ പെണ്ണെ, ആ മരത്തിൻ്റെ മുകളിൽ ചെന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനൊരു പ്രത്യേക സുഖം. വേറെ ഒന്നുമല്ല, ആരും കണ്ടില്ലെങ്കിലും അവൻ എന്നെ കാണുന്നുണ്ട് എന്നൊരു ചിന്ത, അവൻ എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു ചിന്ത. സക്കേവൂസ് കെട്ടിയോളോട് പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ കാലത്ത് എഴുന്നേറ്റ് ആ മരത്തിൻ്റെ മുകളിൽ പോയിരിക്കണേ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടൊരു നോവലത്.